വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ പുണ്യകരവും ശ്രേഷ്ഠവുമാണ്. വിഷ്ണു ഭഗവാന്റെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രമാണിത്. വ്യാസ മഹർഷിയാണ് ഇത് രചിച്ചത്. മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിൽ ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരന് ഉപദേശിക്കുന്നതായാണ് ഇത് വരുന്നത്. എങ്ങനെ ചൊല്ലണം? വിഷ്ണു സഹസ്രനാമം സാധാരണയായി രാവിലെ കുളികഴിഞ്ഞ് ശുദ്ധിയോടെയാണ് ചൊല്ലുന്നത്. വിഷ്ണു ഭഗവാന്റെ ചിത്രത്തിനോ വിഗ്രഹത്തിനോ മുന്നിലിരുന്ന് ഭക്തിയോടെ ചൊല്ലുന്നത് കൂടുതൽ ഉത്തമമാണ്. അർത്ഥം മനസ്സിലാക്കി ചൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നാമങ്ങൾ ജപിക്കുന്നത് ഗുണം ചെയ്യും. പൂർണ്ണമായ സ്തോത്രം ചൊല്ലാൻ സമയമില്ലെങ്കിൽ പോലും കുറച്ച് നാമങ്ങളോ അല്ലെങ്കിൽ ഒരു ഭഗവത് നാമമോ, ഉദാഹരണത്തിന് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. പല ഓഡിയോ, വീഡിയോ രൂപത്തിലും വിഷ്ണു സഹസ്രനാമം ഇപ്പോൾ ലഭ്യമാണ്. ഇവ കേട്ട് പഠിച്ചു ചൊല്ലാവുന്നതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു സഹസ്രനാമം വെറുമൊരു മന്ത്രോച്ചാരണം മാത്രമല്ല, ഭഗവാനുമായുള്ള ഒരു ആത്മബന്ധം കൂടിയാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമം പതിവായി ചൊല്ലുന്നത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാനും സഹായിക്കും. പാപമോചനം, പാപങ്ങളെ ഇല്ലാതാക്കാനും മോക്ഷം നേടാനും ഈ സ്തോത്രപാരായണം ഉത്തമമാണെന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. രോഗശാന്തിയും ആരോഗ്യം. പലരും വിഷ്ണു സഹസ്രനാമം രോഗശാന്തിക്കും നല്ല ആരോഗ്യത്തിനും വേണ്ടി ചൊല്ലുന്നു. ഭഗവാന്റെ നാമങ്ങൾ ശരീരത്തിനും മനസ്സിനും ഊർജ്ജം നൽകുന്നുവെന്നാണ് വിശ്വാസം. ഭയം അകറ്റാൻ, ഭയങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഇത് സഹായിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. 1000 നാമങ്ങൾ ശ്രദ്ധയോടെ ചൊല്ലുന്നത് മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കും. ആത്മീയ വളർച്ച. ഭഗവാനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാനും ആത്മീയമായ ഉന്നതി നേടാനും വിഷ്ണു സഹസ്രനാമം സഹായിക്കുന്നു.